ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ലൈനിങ് ചുരിദാറിൽ എങ്ങനെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ നല്ല നീറ്റായിട്ട് നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ, അതായത് ഇതേപോലെ എങ്ങനെയാണ് നമുക്ക് ഷോൾഡർ തയ്ച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ലൈനിങ് വെച്ച ചുരിദാറിൽ ഇതേപോലെ ഷോൾഡർ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചുരിദാറിൻ്റെ കഴുത്തൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈനിങ് പിടിപ്പിച്ചിട്ട് നെക്കൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്ക് തയ്ച്ചിട്ടുള്ളത് ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെയാണ് പതിച്ചടിച്ചിട്ടുള്ളത്. ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം മുന്നേ നെക്ക് തയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലൈനിങ് തുണിയിൽ എങ്ങനെ നെക്ക് തയ്ക്കാം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കണ്ടാൽ മതി, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാനിത് ഒരു ബാക്കും ഫ്രണ്ടും തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നെക്ക്. അപ്പോൾ അത് ഫ്രണ്ടാണ് മുകളിലിട്ടത്, ബാക്ക് അടിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും നെക്ക് ഒരേ അളവിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ ഇതേപോലെ തന്നെ നെക്ക് ക്യാൻവാസിലാണ് ബാക്കും ഫ്രണ്ടും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ തയ്ച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേപോലെ നല്ലതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ തയ്ക്കുമ്പോൾ ഇതിൻ്റെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ടോപ്പിൻ്റെ തുണിയിൽ, അത് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തൊന്ന് വിടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ് ഒന്നും പിടിപ്പിക്കാറില്ല, കോട്ടനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരേപോലെ പിടിച്ച് തയ്ച്ചെടുക്കാറാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരുമിച്ച് ഷോൾഡർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലൈനിങ്ങിൻ്റെ തുണിയും അടിയിലെ ലൈനിങ്ങിൻ്റെ തുണിയും ഇതേപോലെ ഒന്ന് മറിച്ച് ഒരുമിച്ച് പിടിക്കുക. അതേപോലെ ടോപ്പിൻ്റെ 2 തുണിയും നമ്മുടെ കയ്യിൽ വരണം. ലൈനിങ് തുണിയും അപ്പുറത്തേക്ക് മറിച്ചിട്ട് ഇതേപോലെ പിടിക്കുക. പക്ഷേ നമ്മൾ പിടിക്കുന്ന സമയത്ത് ആ സെൻറ്റർ ഭാഗം, നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ തയ്ച്ചത് ശരിയാവില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നെക്ക് വെക്കുന്ന ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് പിടിക്കണം കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിൽ പിന്ന് കുത്തി കൊടുക്കാം. പിന്നെ നമ്മളത് സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ തുണിയും ടോപ്പിൻ്റെ തുണിയും ലാസ്റ്റ് ഭാഗത്ത് എന്തെങ്കിലും ഒരു കയറ്റിറക്കം വ്യത്യാസം വരാം, അത് കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു പിന്ന് വെച്ച് കാണിച്ചു തരുന്നുണ്ട്. കാരണം നമ്മൾ തയ്ക്കുന്ന സമയത്ത് ആ കറക്റ്റായിട്ടുള്ള ഭാഗം നമുക്ക് നീങ്ങി പോവരുത്. പിന്നെ ഇത് പിടിക്കുന്ന ഈ സെൻറ്റർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാൻവാസ് ലൈനിങ് തുണിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അത് നോക്കി വെക്കരുത് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിറക്കം വന്നാലൊന്നും നമുക്ക് കുഴപ്പമില്ല. ആ സെൻറ്റർ ഭാഗം തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം, നെക്കിൻ്റെ ആ സെൻറ്റർ ഭാഗം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ 2 ഷോൾഡറും ഇതേപോലെ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലിട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നേരെ അങ്ങോട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തയ്ക്കുന്ന സമയത്ത് ആ പിന്നെ അവിടെ നിന്ന് ഊരി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നേരെ തയ്ച്ചെടുക്കുക കേട്ടോ. ഒട്ടും അറിയാതെ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഇത് എന്താ അത് എന്നൊക്കെ തോന്നും. പക്ഷെ തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് തയ്ച്ചത് എന്നുള്ളത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ പഴയ തുണിയിൽ നിങ്ങൾ ഇതുപോലെ തയ്ച്ച് നോക്കുക. എന്നതിന് ശേഷം പുതിയതിൻ്റെ മുകളിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഇതേപോലെ നമ്മൾ നേരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ലൈനിങ്ങും ടോപ്പിൻ്റെ തുണിയും ഇതേപോലെ നേരെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതേപോലെ നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ നെക്കിൻ്റെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ. അതാണ് നമ്മളെ ഷോൾഡറിൻ്റെ കറക്റ്റ് ഭാഗം. അത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റിറക്കം വന്നു പോവും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ മറിച്ചിട്ടപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്ക്, നമ്മുടെ ഷോൾഡർ തയ്ച്ചപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണുന്നില്ല. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഷോൾഡറും തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെ പിടിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഒരു വട്ടം കൂടി കാണിച്ചു തരാം കേട്ടോ. അത് വെക്കുന്നത് എങ്ങനെ, തുണി എങ്ങനെ പിടിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് തുണിയിൽ ചുരിദാർ തയ്ക്കുമ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഞാൻ ഈ ഷോൾഡർ എങ്ങനെയാണ് വെക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് പിടിക്കുക. എന്നതിന് ശേഷം നമുക്ക് ടോപ്പിൻ്റെ തുണിയും 2 ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ ലൈനിങ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അയച്ച് കളയണം കേട്ടോ. എന്നതിന് ശേഷം ഇങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതേപോലെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈനിങ്ങും അതേപോലെ തുണിയുടെ 2 തുണിയും ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് നേരെ ഇതേപോലെ നേരത്തെ തയ്ച്ച പോലെ തയ്ച്ചെടുക്കുക. കണ്ടില്ല, ഇതേപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററൊന്നും മടക്കി കൊടുക്കുക, ലൈനിങ്ങിനെ അങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇത് തയ്ക്കുമ്പോൾ ഒന്നും ടെൻഷൻ ആവാനൊന്നുമില്ല. നമുക്ക് ആ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും നോക്കാനില്ല. ഇപ്പം ഞാനത് മുഴുവൻ തയ്ച്ചെടുത്തിട്ടുണ്ട്, 2 ഷോൾഡറും. ഇനി നമുക്ക്
നോക്കാം ഇതെങ്ങനെയാണ് ഇത്ര വൃത്തിയായിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ആ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്യുക കേട്ടോ, വേറെ ടെൻഷനൊന്നുമില്ല. ഇനി ഇത് തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, ആദ്യമായിട്ട് അടിക്കുന്നവരാണെങ്കിൽ 1-2 പ്രാവശ്യം അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഷോൾഡർ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഞാൻ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം കേട്ടോ.